ഇബ്ലീസുമായി ബന്ധപ്പെട്ടത് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ നാം ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണം. ഇബ്ലീസ് എന്ന് പറയുന്ന ഇബ്ലീസിന് വലിയ ഇഷ്ടമാണ്, അവൻ്റെ പേര് ഇബ്ലീസ് ഇബ്ലീസ് എന്ന് പറയുന്നത്. പക്ഷേ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നത് അവനൊരിക്കലും ഇഷ്ടപ്പെടില്ല. അത് ഒരു ദിക്റാണ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നത്. കാരണം അള്ളാഹുവിൻ്റെ ശാപം അവൻ്റെ മേലിലുണ്ടാവട്ടെ എന്നാണ്. അള്ളാഹു തആല വെറുത്തവനെ നാമും വെറുക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ നാം ഇഷ്ടപ്പെടുന്നു. പ്രവാചകന്മാർ, അവരെ നാം ഇഷ്ടപ്പെടുന്നു. അവരുടെ പേര് കേൾക്കുമ്പോൾ നാം സയ്യിദ്ന ആദം അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ രക്ഷ ആ മഹാന്റെ മേലുണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ പ്രവാചകന്മാർ, സയ്യിദ്ന ആദം നബി അലൈഹി സ്വലാം, സയ്യിദ്ന ഇദ്രീസ് നബി അലൈഹി സ്വലാം, സയ്യിദ്ന നൂഹ് നബി അലൈഹി സ്വലാം, അപ്പം അവർക്കൊക്കെ വേണ്ടി നാം ഒരു പ്രാർത്ഥനയാണ് ചെയ്യുന്നത് അലൈഹിസ്സലാം എന്ന് പറയുമ്പോൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേർക്ക് നമ്മൾ എന്ത് ചെയ്യും?